ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഷാജിയുടെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് 16 വർഷത്തോളം ഓരോ മലയാളികളും കാത്ത് ക്ഷമയോടിരുന്നൊരു സിനിമ, ഒരു നോവൽ ഇല്ലേ? മലയാളികളുടെ സ്വന്തം ആടുജീവിതം, ബെന്യാമിൻ്റെ സ്വന്തം ആടുജീവിതം, നജീബിൻ്റെ സ്വന്തം ആടുജീവിതം. ആടുജീവിതം എന്ന് പറഞ്ഞ നോവൽ വായിക്കുമ്പോൾ തന്നെ നമ്മളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിൽ വെള്ളം കുടിക്കാൻ കിട്ടാതെ ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മളെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കഥ വായിക്കുമ്പോൾ തന്നെ നമ്മളത് വിഷ്വലൈസ് ചെയ്ത് അത് ക്യാപ്ചർ ചെയ്ത് നമ്മൾ അതിലൊരു കഥാപാത്രമായി മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നജീബ്, ഒരു ആടുജീവിതം ഉള്ളതായി മാറുന്ന ഒരവസ്ഥ നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവും. വർഷങ്ങൾക്ക് മുമ്പേ റിലീസായ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയ ഒരു നോവൽ അത് വായിച്ചിട്ട് വരുന്നവരുടെ അഭിപ്രായമായിരിക്കില്ല ഈ കഥ ആദ്യമായി കേൾക്കുന്നവരുടെയോ കാണാൻ വരുന്ന പ്രേക്ഷകരുടെയോ ഒന്നും. അതുപോലെ വ്യത്യാസമായ പലതരത്തിലുള്ള അഭിപ്രായമായിരിക്കും ഈ സിനിമയെ പറ്റി നിങ്ങൾക്കും അല്ലെങ്കിൽ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർക്ക് പറയാനുണ്ടാവുക. 2.5 ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റുപോയതാണ്. അപ്പോൾ ആ ബുക്ക് വായിച്ചിട്ട് വരുന്ന പ്രേക്ഷകർക്കും ഈ ബുക്കിനെ പറ്റി ഒന്നും അറിയാതെ ആദ്യമായി കാണാൻ വരുന്ന പ്രേക്ഷകർക്കും ഒക്കെ ഈ സിനിമ തരുന്ന എക്സ്പീരിയൻസ് വ്യത്യസ്തമായിരിക്കും. രണ്ടാമതായി പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ സിനിമ ആടുജീവിതത്തിൻ്റെ നട്ടെൽ എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റാണ്. കഥാപാത്രങ്ങളുടെ എണ്ണം കുറയും തോറും സിനിമകൾ ചിലപ്പോഴൊക്കെ ലാഗ് അടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാറുണ്ടെങ്കിലും ഈ കഥയിൽ മൃഗങ്ങൾ പോലും കഥാപാത്രങ്ങളായി മാറപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മ്യൂസിക്, ഒറ്റപ്പെട്ട് നായകനിരിക്കുമ്പോൾ പോലും ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു BGM എത്രത്തോളം ഈ കഥയിൽ പ്രാധാന്യമുണ്ടെന്നുള്ളത് കണ്ട പ്രേക്ഷകർക്കെല്ലാം തന്നെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. പ്രധാനമായി പറയേണ്ടത്, ഫസ്റ്റ് ഹാഫിൽ കാണുന്നൊരവസ്ഥയല്ല സിനിമ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു നാട്ടും പ്രദേശത്ത് ഈ പറഞ്ഞ പോലെ വള്ളവും വെള്ളവും അതുപോലെ തന്നെ പച്ചപ്പൊക്കെയുള്ള നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ വളർന്നു വന്ന നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രം സെക്കൻഡ് ഹാഫിലും അല്ലെങ്കിൽ കഥയുടെ ഒരു 90% ജീവിക്കുന്നത് അതിനെല്ലാം വിപരീതമായ ഒരു മരുഭൂമിയിൽ മണൽത്തരികളിലൊക്കെയാണ്. ആടുജീവിതം ഞാൻ ഇന്ന് രാവിലെ ഫസ്റ്റ് ഷോയ്ക്ക് 10 മണിക്ക് നൂറിനാട് സാദി തിയേറ്ററിലാണ് കണ്ടത്. അപ്പോൾ പടം തുടങ്ങി ഒരു 20 മിനിറ്റ്, ആദ്യത്തെ ഒരു 20 മിനിറ്റ് എൻ്റെ സീറ്റിന് അപ്പുറത്തിരുന്ന 2-3 പയ്യന്മാർ ഭയങ്കര ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ബുക്ക് ഇവർ വായിച്ചിട്ട് വന്നതാണോ അല്ലെങ്കിൽ ഇവർക്ക് ഈ കഥ അറിയാവുന്നതുകൊണ്ടാണോ ഇവരിത്, അല്ലെങ്കിൽ അവർക്കത് ലാഗ് അടിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ചെടുത്ത് കഥ അവസാനിക്കുന്ന ക്ലൈമാക്സിൽ അവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിരുന്നു. ഈ സിനിമയുടെ കോസ്റ്റ്യൂം, VFX, മേക്കപ്പ്, അതോടൊപ്പം തന്നെ എഡിറ്റിങ്, അതുപോലെ തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം നമ്മൾ നമിച്ചേ തീരും. നല്ല രീതിയിൽ തന്നെയാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ കോസ്റ്റ്യൂം വർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമിച്ചു പോകും. ആ കോസ്റ്റ്യൂം വർക്കും മേക്കപ്പും ഒക്കെ ചെയ്തിട്ടുള്ള അവരുടെ പേര് ഞങ്ങൾ ഓരോന്നായിട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആടുജീവിതം എന്ന് പറഞ്ഞ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത് സുനിൽ KS എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ നമിച്ചേ മതിയാവും. കാരണം നല്ല രീതിയിൽ ഈ ഒരു കഥയിൽ, ഈ ഒരു സിനിമയിൽ സിനിമാറ്റോഗ്രാഫി എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. രണ്ടാമതായി പറയേണ്ടതാണ് സൗണ്ട് ഡിസൈനർ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, റസൽ പൂക്കുറ്റി. അദ്ദേഹം ചെയ്തിട്ടുള്ള വർക്കുകൾ, സിനിമകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതിനെല്ലാം പുറമെ എന്താ പറയുക, ഈ കാറ്റടിക്കുന്ന ശബ്ദം, മണൽത്തരി പറക്കുന്ന ശബ്ദം, അതോടൊപ്പം തന്നെ ഷർട്ടിൻ്റെ ഇടയിലേക്കൊക്കെ വന്ന് ഈ കാറ്റടിക്കുമ്പോഴുള്ള ഷർട്ട് അനങ്ങുന്ന ശബ്ദം, ആട് ഒട്ടകമൊക്കെ കരയുന്ന ശബ്ദം, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും, സൗണ്ട്, മൈന്യൂട്ടായിട്ടുള്ള ശബ്ദങ്ങൾ പോലും കൃത്യമായിട്ടാണ് അദ്ദേഹം പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറയേണ്ടതാണ് സ്റ്റെഫി സേവിയർ. എടുത്തു പറയണം, പൃഥ്വിരാജ് ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല കൃത്യമായിട്ടാണ് സ്റ്റെഫി എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ ഉറപ്പ് പറയണം. പിന്നെ പറയേണ്ടതാണ് ശ്രീകാർ പ്രസാദ് വാസ്ത എഡിറ്റർ. ഈ പടം എഡിറ്റ് ചെയ്തിട്ടുള്ളത് ശ്രീകാറാണ്. ശ്രീകാർ വളരെ സന്തോഷമുണ്ട്. ഈ സിനിമയിൽ കഴുകന്മാരിങ്ങനെ പറന്ന് കളിക്കുന്ന ഒരു സീനുണ്ട്. അത് ചെയ്തു വെച്ചിട്ടുള്ള ബ്ലെസ്ലിയെ നമ്മൾ സമ്മതിച്ചേ മതിയാവും. കാരണം നല്ല രീതിയിലാണ് അത് ചെയ്തു വെച്ചിട്ടുള്ളത് ബ്ലെസ്ലി. നിങ്ങൾ അനുഭവിക്കാത്ത ജീവിതം നിങ്ങൾക്ക് വെറും കെട്ടുകഥയായിരിക്കും. പറയുന്നത് ബെന്യാമിനാണ്. ആ വരികൾ തന്നെ മനസ്സിലാക്കി തരുന്നുണ്ട്. നമുക്ക് ചില കാര്യങ്ങൾ, ചിലരുടെ ജീവിതം വെറും ഒരു കെട്ടുകഥയായി തോന്നും. പക്ഷെ നമ്മളത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് ആ ജീവിതത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ ജീവിതത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാവുക. ആടുജീവിതം സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതിൻ്റെ ഗുണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഒറ്റപ്പെട്ട മരുഭൂമിയിൽ ചെന്ന് പെട്ടുപോയൊരവസ്ഥ നമുക്കും ഫീൽ ചെയ്യും. ആ മരുഭൂമിയിലെ ചൂടും ദാഹവും വിശപ്പും പേടിയും പട്ടിണിയും ഒക്കെ തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു പ്രവാസ ജീവിതം അല്ലെങ്കിൽ അത്തരമൊരു നരകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നുപെട്ട പോലെ നമ്മൾ ഫീൽ ചെയ്യും. അതുതന്നെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ ബ്ലെസ്ലിയുടെ മേക്കിങ്ങിൻ്റെ ആ ഒരു ഗുണമെന്ന് നമുക്ക് പറയാൻ പറ്റും. പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള രഞ്ജിത്ത് അമ്പാടി. നജീബിൻ്റെ കഥാപാത്രവും ഹക്കീമിൻ്റെ കഥാപാത്രവും അതുപോലെ തന്നെ നമ്മുടെ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു ആഫ്രിക്കൻ കഥാപാത്രവും ഒക്കെ നല്ല രീതിയിലാണ് ആ ഒരു മേക്കപ്പും വർക്കും ഒക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം. സിനിമയിലെ ഏറ്റവും പ്രധാനമായ ഒരു കഥാപാത്രങ്ങളിൽ ഒന്നാണ് ആഫ്രിക്കൻ കഥാപാത്രമായ ഇബ്രാഹിം എന്ന് പറഞ്ഞ കഥാപാത്രം. ആടുജീവിതം പുസ്തകം വായിച്ചവർക്കും അല്ലെങ്കിൽ സിനിമ ആദ്യമായി കാണുന്നവർക്കും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇബ്രാഹിം എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത ജിമ്മി ജിയാനെ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല.
അത്തരത്തിൽ ഇബ്രാഹിം എന്ന് പറഞ്ഞ കഥാപാത്രം സിനിമ കാണുന്നവർക്കും ബുക്ക് വായിച്ചവർക്കും മനസ്സിൽ ആഴത്തിൽ പതിയുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. അതുപോലെ ഒരു ചങ്ങാതി നമുക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ വായിക്കുന്നവർക്കും അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്കും തോന്നിപ്പോകും. അതുകൊണ്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിമ്മി ജിയാന്റെ അഭിനയവും എടുത്തു പറയേണ്ട കാര്യമാണ്. നല്ല രീതിയിൽ തന്നെയാണ് ആ വേഷം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യമാണ് ആക്ടർ പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും ഡെഡിക്കേഷനും അതുപോലെ വോയിസ് മോഡുലേഷനും ഒക്കെ ഈ സിനിമയിൽ കാണുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരുന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹം അത് ചെയ്തു വെച്ചിട്ടുള്ളത്. സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജ് നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ഉടുതുണിയില്ല നടന്നു പോകുന്നൊരു രംഗമുണ്ട്. ആ രംഗം കാണുമ്പോൾ തന്നെ എത്രത്തോളം സ്വന്തം ശരീരത്തോട് ആ ഡെഡിക്കേഷൻ ട്രാൻസ്ഫോർമേഷൻ അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ആ സീനൊക്കെ തിയേറ്ററിൽ എണ്ണിച്ച് ഇന്ന് കൈയടിക്കാൻ തോന്നിപ്പോവും. അത്ര കിടിലമായിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനോട് നീതി പുലർത്തിയേക്കുന്നത്. സിനിമയുടെ തുടക്കം തടിയനായി വരുന്ന നജീബ് സിനിമയുടെ ക്ലൈമാക്സിൽ മെലിഞ്ഞ് ശരീരമൊട്ടി പോകുന്ന ഒരവസ്ഥയിൽ അദ്ദേഹം ആദ്യം ധരിച്ച ആ വസ്ത്രം വീണ്ടും തിരികെ ധരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും സിനിമ കാണിച്ചു തരുന്നു. എന്തുകൊണ്ടും ഒരു ഉറപ്പ് പറയാൻ പറ്റും, ഈ സിനിമ നല്ലൊരു റെക്കോർഡ് മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സിനിമ ഇനി നാഷണൽ അവാർഡും കടന്ന് അങ്ങ് ഓസ്കാർ ലെവലിലെത്തിയാലും അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല. കാരണം ലെസ്ലി 16 വർഷം ഈ സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിച്ചത് എന്താണെന്നുള്ളത് ഇന്ന് മലയാളികൾ കണ്ടു മനസ്സിലാക്കിയതാണ്. റിയൽ ലൈഫിലെ നജീബും നമ്മൾ നോക്കിക്കാണുമ്പോൾ തീർച്ചയായിട്ടും 3 മണിക്കൂർ വരുന്ന ഒരു സിനിമയിൽ മാത്രമല്ല, ഒരു 3 വർഷം ഒരു മനുഷ്യൻ ജീവിച്ച് തീർത്ത ആ ഒരു ജീവിതത്തെ യഥാർത്ഥ നജീബിനോട് നമുക്കൊരു സഹതാപവും സ്നേഹവും കരുതലും തോന്നിപ്പോകും. കൈകൂപ്പി അദ്ദേഹത്തോട് നന്ദി പറയണം. കാരണം അത്രത്തോളം അയാൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായി സിനിമയിൽ വന്നിട്ടില്ല എങ്കിലും ആ 3 മണിക്കൂറുകൾ അദ്ദേഹം എത്രത്തോളം മാനസികമായി തളർന്നിട്ടുണ്ട് എന്നുള്ളത് ഓരോ സിനിമാ പ്രേമികൾക്കും വായനക്കാർക്കും മനസ്സിലാക്കി തരുന്ന ഒന്നല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.